വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനും വനം വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ്. സർക്കാർ നോക്കുകുത്തിയെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പും. സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വന്യജീവി ആക്രമണ വിഷയത്തിൽ സർക്കാരിനും വനം വകുപ്പിനുമെതിരെ വിമർശനങ്ങളുടെ പെരുമഴയാണ്. ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനംവകുപ്പും നോക്കുകുത്തികളായി നിൽക്കുകയാണെന്ന ആരോപണവുമായി താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പുമാർ രംഗത്തെത്തി. കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിൽ നടന്ന ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ സംസാരിക്കവെയാണ് ബിഷപ്പുമാരായ മാർ ജോസ് പുളിക്കന്റെയും മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന്റെയും വിമർശനം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ഈ സാഹചര്യത്തിൽ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ വനമന്ത്രി തയ്യാറാവണമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് ആവശ്യപ്പെട്ടു. സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ് വന്നിരിക്കുന്നത്. വയനാട്ടിലുള്ള അട്ടമലയിൽ ബാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊന്നു, തല തന്നെ വേർപെടുത്തി കളഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ദാരുണമായ മരണങ്ങൾ. മനുഷ്യർക്കിവിടെ ജീവിക്കാൻ അവകാശമില്ലേ? ആ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഭീതിയോടുകൂടെ നിൽക്കുന്നത്. കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനംവകുപ്പും എവിടെ പോയി എന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ചോദിച്ചു. ഇവിടെ ഒരു സർക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒരു വനം വകുപ്പുണ്ട്, ബന്ധപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുണ്ട്. എന്തി അവരൊക്കെ എവിടെ പോയി? ഈ നിലവിളികളുടെ മുമ്പിൽ നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ അവർക്ക് പറ്റും? കാട്ടുമൃഗങ്ങൾ കാടിനുള്ളിൽ ജീവിക്കേണ്ട മൃഗങ്ങളാണ്. പക്ഷെ നാടിവിടില്ലേ? നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ? അവർക്ക് കുടുംബങ്ങളില്ലേ? ഇവിടെ ഒരു കാർഷിക ജനതയില്ലേ? വരും ദിവസങ്ങളിൽ വൻ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തു. ജനം, കോട്ടയം.